കുഞ്ഞാപ്പോ എന്താ പെരുന്നാളൊക്കെ ആയിട്ട് തുണിയും കുപ്പായൊന്നും മാറ്റാത്ത ഈ കള്ളിത്തുണി തന്നെ? അതെ, പെരുന്നാളായിട്ട് മാറ്റായിട്ടല്ലടാ, ഇന്നലെ മാറ്റിയല്ലോ. ഇനി ഉമ്മ പറഞ്ഞിക്കണ് ചളിയൊന്നും ആക്കണ്ട, നാളെ ഞങ്ങള് മൂത്താപ്പാടക്ക് പോവല്ലേ പെരുന്നാൾ തിന്നാന്, ചോറ കഴിക്കാന്. അപ്പൊ ഉമ്മ പറഞ്ഞിക്കണ് കുഞ്ഞാപ്പോ തുണി കുപ്പായൊക്കെ കഴിച്ചിട്ടാളെ നാളെ നമ്മ മൂത്താപ്പാടക്കൊക്കെ പോവല്ലേ, അത് കഴിഞ്ഞ് ഞങ്ങൾ സെറ്റാത്താടക്കും പോവൂ. നല്ല ചോറ് കഴിക്കല്ലേ. പിന്നെ അതല്ല ഇപ്പൊ ആയിക്കോടെ പോകുമ്പോ ലൈറ്റ് ഒന്നും കാണില്ലല്ലോ. ആദ്യമൊക്കെ 12 മണി വരെയൊക്കെ ലൈറ്റ് കണ്ടിരുന്നല്ലോ. പിന്നെ അന്ന് എന്നോട് പറയാനേ ഇമ്മ പറയും 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞ നമസ്കാരം കഴിഞ്ഞ അമ്മ പറയും കിടന്നുറങ്ങിക്കാടാ, ഇനി ഉറങ്ങിക്കോ പറഞ്ഞിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഞങ്ങളെ അയൽവാസിത്തെ ഓരൊക്കെ ഗൾഫിലല്ലേ ഇന്ന്, അപ്പൊ ഓര് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഓര് വന്നപ്പോ ഇമ്മ ഓർക്ക് വത്തായി നോമ്പല്ലേ, അപ്പൊ ഉമ്മ ഓർക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കൂട്ടാ. ഒരു നല്ല സ്വഭാവമാണ് ഓര്, ഞങ്ങൾക്ക് അപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ തരും. അങ്ങനെ മോനെ എന്നോട് പറയാം 12 വരെയൊക്കെ ഉമ്മ വർത്താനം പറഞ്ഞ് ഇക്കണങ്ങ് ഓർക്കാൻ വന്നിട്ട് കൊമ്പളങ്ങ കൊത്തും ചെയ്യാ. ഞാൻ അമ്മാണ് പറയും ഉമ്മാ കിടന്നോ നിങ്ങളെ മതി ഒരു വർത്താനം പറിച്ചില്ലേ പറയും. അപ്പൊ മരമുണ്ടാതെ പോയി കിടന്നടച്ച് ഞാൻ വരട്ട് വർത്താനം പറയട്ടെ. ഇമ്മ അതല്ലേ വളവത്തി, ഇമ്മാക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും ചെയ്യും, എന്തൊക്കെ ബേക്കറി ഒക്കെ കൊടുക്കൂട്ടാ. എന്താണ് കോഴിയാടൊക്കെ ഇല്ലേ, അതൊക്കെ കൊടുക്കൂ. അതൊക്കെ തിന്നിട്ട് ഇമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും ഒരു 12 വരെയൊക്കെ. ഞാനും പോവും, കേക്ക് ഞാനും പോവും, ഞാനും കൊറേ തിന്നുട്ടാ. അങ്ങനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ലൈറ്റ് കാണുന്നില്ലല്ലോ. ഓര് പോയിട്ടൊന്നുമില്ല. എന്താ ചണ്ടാ എന്നോട് പറയാനേ, പിന്നെ ഞങ്ങൾക്ക് ആദ്യം കരണ്ട് ടിവിയില് 200 300 ആണടുത്ത് ഇപ്പൊ 500 600 ആയി. ഉമ്മ ലൈറ്റ് ഇട്ടിട്ട് ഇവരോട് വർത്താനം പറയാൻ നിന്നിട്ട് അങ്ങനെ കരണ്ട് ടിവിയിലായപ്പോ ഉമ്മ എത്രാന്ന് നിൽക്കണം എന്നോട് പറയാനേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉമ്മ എന്നോട് അറിയും ഇനി മതിയാണ് പോയത്, കട്ടൻ ചായ കുടിച്ചിട്ട് എന്താ കരണ്ട് ബില്ല് ഇങ്ങനെ കൂടുകയല്ലേ പറഞ്ഞിട്ട് ഇമ്മ ഇപ്പൊ 8 മണി ആകുമ്പത്തേന് ചോറും കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് വേഗം കരണ്ട് പഴയ മരണ് നിർത്തും. അങ്ങനെ ചോദിക്കോട്ടെ എന്താ വിത്താത്ത അങ്ങോട്ട് വരുന്നില്ലേ. അപ്പൊ ഉമ്മ ഏതാ വളമത്തി പണി കഴിഞ്ഞ് വന്നിട്ടാണ് എനിക്ക് തല വേദനിച്ചിട്ടയ്യാ. ഈ ചെക്കനാണെങ്കോ ഉറക്കത്തിൽ ഓരോന്ന് കാട്ടിക്കൂട്ടും, ചെക്കനക്കാണെങ്കോ കൂർക്കാൻ വലിയാണ്. അതുകൊണ്ടാണ് ഇമ്മനെ എന്തു കൂർക്കം വലിയ അലിക്ക കൂർക്കം വലിക്കൂട്ടാ. ഇത് ഇമ്മ ഇന്നെ കുറ്റാക്കിക്കണ്. ഞാൻ കൂർക്കം വലിക്കാറല്ലേ. ഇപ്പൊ ഉമ്മ അവരോടക്ക് പോക്കില്ല. ഓരോട് പറയാൻ പറ്റില്ലല്ലോ അതില് കൂടുതലായിക്കണെന്നുള്ളത്. ഞാൻ പറയും ഇമ്മ ഞാൻ പറഞ്ഞോളാം, മോശാണ് അതൊന്നും നമ്മള് പറയാൻ പാടില്ല. അങ്ങനെ പന്നോട് പറയാം. ഇപ്പൊ അമ്മ പോക്കില്ല. ഇപ്പൊ പകല് അവിടെ പണി കഴിഞ്ഞാന്ന് അമ്മ പകൽ 5 ആളും പോകൂട്ടാ. ഉമ്മാക്ക് ഏതാ വളവത്തി ഒരു ചായക്ക് കൊടുക്കൂ. ലൈറ്റ് കണ്ടാ അങ്ങോട്ട് ഇല്ല, രാത്രി അല്ലേ ലൈറ്റ് ഇടുള്ളൂ. അല്ല കട്ടൻ ചായ കിട്ടിയപ്പോ ഇങ്ങനെ കൂടി അവിടെ കൂടി കറണ്ട് ബില്ല് തോനാവും ചെയ്ത്. ഇമ്മ എന്താ വെച്ചാൽ വളർത്തി ഓരോന്നും ചുറ്റോറൊക്കെ ലൈറ്റ് ഇടൂട്ടാ. ഈ നായ്ക്കളൊക്കെ ഉള്ള കാരണം. അപ്പൊ ഇമ്മ പൊങ്ങച്ചതിന് വേണ്ടിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഉമ്മ ഇട്ട് കറണ്ട് ബില്ല് കൂടിയപ്പോ ഉമ്മ അച്ചത്തളാന്നാവും ചെയ്ത്. അതാണ് എനിക്ക് കണ്ടുണ്ടാവല്ലേ. ലൈറ്റ് മാത്രമേ ഫാനൊക്കെ വർക്ക് ചെയ്യണ്ട. എല്ലേതും ഇടും. അതാണ് കറണ്ട് ബില്ല് കൂടുന്നത്. ലൈറ്റ് ഇട്ട് 12 മണി 1 മണിയൊക്കെ എല്ലാരും ഉറങ്ങിയ. അന്നൊക്കെ 12 മണിക്കൊക്കെ അല്ലേ ഉറങ്ങിയത്. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ കറണ്ടും ഇല്ല വെളിച്ചവും ഇല്ല. ഭയങ്കര വിഷമായി. എന്നോട് പറയാന് ഞങ്ങള് എന്താണ് പെരുന്നാളായിട്ട് ഒട്ടും പോയിട്ടില്ലട്ടാ. നാളെ അമ്മ പറയുമ്പോ നാളെ പോവാ, മൂത്താപ്പാടക്കും സെറ്റാത്താടക്കും ഒക്കെ പോവാന്ന് അറിയിക്കണു. മൂത്താപ്പ വിളിച്ചിരുന്നാ? മൂത്തുമൊക്കെ വിളിച്ചിരുന്ന് ഓര് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു വന്നോളീന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഉമ്മ പറഞ്ഞു മൂത്താപ്പാനൊക്കെ കണ്ടിട്ട് കൊറേ. അപ്പൊ മൂത്താപ്പാക്ക് വരാൻ പറ്റൂല. മൂത്തമ്മക്ക് സൂറാത്ത മൂത്താപ്പാക്ക് ഉണ്ടാവും അത്ര. അപ്പൊ ഉമ്മാന്റെ സൂത്രാണ്. മൂത്താപ്പാനൊന്ന് കാണാൻ മൂത്താപ്പ വരുന്നില്ല പറഞ്ഞു. അപ്പൊ മൂത്തമ്മ പറഞ്ഞു നിങ്ങളോട് പോരി മൂത്താപ്പാനെ ഒന്ന് കാണാലോ. ഉമ്മ വളപത്തിയൊക്കെ ഓരോട് വന്നിട്ടുണ്ടെങ്കിലേ ഒക്കെ സുയിപ്പാവൂലേ അല്ലേ. എന്നാ ഞാൻ പോട്ടടാ. നാളെ ഞാൻ പോവും. നാളെ രാവിലെ പോവും ഞങ്ങള്. എന്നിട്ട് ഞങ്ങള് പറ്റെങ്കിൽ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ വൈകിട്ട് വരും, അല്ലെങ്കിൽ മറ്റന്നാൾ വരും, അല്ലെങ്കിൽ പിറ്റന്നാൾ വരും.
ഇന്ന് ചോറൊക്കെ തിന്നിക്കണ്. ആ എന്തേത് കൂട്ടാന്? കൂട്ടാണ് ഇന്ന് കൊമ്പാൻ കഴിച്ചു. ഏ. എന്നാ ഇറച്ചി കഴിച്ചിക്ക് എന്ത് വിലയാണല്ലേ. ഇറച്ചി കൊമ്പളം കഴിച്ചു. എപ്പോഴും വാങ്ങണ്ടെന്ന് വെച്ചാ മതി. ഞാൻ നല്ല തിന്നിട്ടാ. ഞാൻ പറഞ്ഞ അല്ല ഞാൻ പോയി എന്നാ പോയിക്കൊന്നാ.